Hello everyone. Welcome to this episode of Logic Launch. So earlier there was a paper called Beck in CPA, and I've heard that it's been removed and replaced by 3 other subjects. So is that how it is? Could you please explain on that, sir? ദാറ്റ്സ് ട്രൂ. BEC എന്ന് പറയുന്ന ആ ഒരു പേപ്പറ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറായിരുന്നു. ആ സംഗതി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ കോർ സബ്ജക്ട്സിലേക്ക് വന്നത്. അപ്പോൾ BEC മാറ്റിയതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം BECയുടെ എല്ലാ സംഗതികളും ബാർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു. പിന്നെ ബേസിക്കലി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് IT-യുടെ കുറച്ചേറെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ഈ ഫിനാൻസ് സ്ട്രീമിൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വി കെ നോട്ട് ഗോ അവേ ഫ്രം IT കൺട്രോൾസ്, മറ്റ് IT ഇഷ്യൂസ് എല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം കൂടുതൽ IT-യുടെ ആംബിയൻസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ISC എന്ന് പറയുന്ന സബ്ജക്ട്സ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ISC എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾസ് ആണ്. അവിടെ നമ്മൾ കൂടുതലും IT സെക്യൂരിറ്റി അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫൈനാൻസ് ഏരിയ. സോ അങ്ങനെ BEC എന്ന് പറയുന്നത് പൊതുവെ മാറ്റിയ ഒരു സബ്ജക്ട്സ് അല്ല. ഇറ്റ് ഹസ് indirectly gone to bar subjects and other sections. And sir, how can a degree qualified student take up CPA at Logic? And will he or she qualify for the credit points required? ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ലോജിക്കിലെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, വിച്ച് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം വിത്ത് അമൃത യൂണിവേഴ്സിറ്റി. അവിടെ അവർക്ക് ഇൻറ്റഗ്രേറ്റഡ് MCOM പ്ലസ് CPA എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ട്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ CPA പഠിക്കുന്ന ഒപ്പം തന്നെ അവർക്ക് MCOM-ഉം ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ അവരുടെ CPA-യുടെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ അവർ MCOM-ഉം ക്വാളിഫൈ ആവും. അപ്പോൾ അവർക്ക് എലിജിബിലിറ്റി ഇഷ്യൂസ് വരുന്നില്ല. CPA കഴിയുന്നതോടൊപ്പം തന്നെ അവർക്ക് MCOM-ഉം ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് എ ഡ്യൂൾ ഡിഗ്രി പ്രോഗ്രാം അഗെയിൻ. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എലിജിബിലിറ്റി കിട്ടും. കാരണം US-ലെ ചില സ്റ്റേറ്റ് ബോർഡ്സ് ഉണ്ട്, അവിടെ BCom മാത്രം മതി നമുക്ക് എക്സാം എഴുതാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG വേണം. പക്ഷേ അത് ബൈ ദ ടൈം യു വിൽ ഗെറ്റ് എ PG ക്വാളിഫിക്കേഷൻ. അപ്പം നമ്മൾ CPA-യുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനൊപ്പം നിങ്ങൾക്ക് BCom ഉള്ളെങ്കിലും CPA-യുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടെങ്കിലും MBA-ക്കോ അല്ലെങ്കിൽ MCOM-നോ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ CPA എക്സാംസ് കഴിയുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് MCOM-ഓ അല്ലെങ്കിൽ MBA സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലൈസൻസിന് അത് തീർച്ചയായിട്ടും ഉതകും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി at Logic. Sir, thank you so much for joining us today and for clarifying all the necessary questions regarding the CPA course.